ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്. കുറേ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 3 മാസം അടുപ്പിച്ചെങ്കിലും ആയിട്ടുണ്ടാവും നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നേ. കുറച്ച് താമസിച്ചാണ് എണീറ്റത്, കാരണം ഇന്ന് എനിക്ക് കുറച്ച് താമസിച്ച് ഡ്യൂട്ടിക്ക് പോയാൽ മതി, ഇന്നൊരു മീറ്റിംഗ് ഒക്കെ ആണേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം സുഖമായിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ഉറക്കവും പരിപാടികളൊക്കെ പതുക്കെ അങ്ങ് നിൽക്കും. എന്തായാലും വെളുപ്പിനെ കേൾക്കണം പിള്ളേർക്ക് പൊതിയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ കേട്ടോ. ഇനി അബീനെ 1ാം ക്ലാസ്സിലേക്ക് അടുത്ത ദിവസം കൊണ്ടുപോയി ചേർക്കണം. പുതിയ സ്കൂളിലോട്ടാണ് അബി. കുഞ്ഞാപ്പി അവിടെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ രാവിലെ എണീറ്റ് വന്ന് കണ്ട കാഴ്ച കുറേ ഈയാമ്പറ്റയുടെ തൂവലുകളായിരുന്നേ. പേര മുഴുവൻ ഉണ്ടായിരുന്നു. വീടിൻ്റെ പുറവശത്ത് നമ്മൾ എന്നും കിടക്കുന്നതിന് പുറം ലൈറ്റൊക്കെ ഇടും, അവിടെ ഫുള്ള് ഈയലായിരുന്നു. അപ്പോൾ രാവിലെ ആയിരുന്നു ക്ലീനിങ്ങിലേക്കാണ് കേട്ടോ കടന്നത്. തിണ്ണയിലോട്ട് ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് ഇത് അടിച്ച് കളയാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ ഞാൻ കുറേയൊക്കെ അടിച്ചും കുറേയൊക്കെ കഴുകിയും കുറച്ചൊക്കെ നമ്മുടെ അടിച്ചു വാരിക്കകത്ത് കോരിയൊക്കെ കളഞ്ഞ് ഫുള്ളൊന്ന് ക്ലീനാക്കി. അങ്ങനെ തന്നെ കുറേ സമയം പോയി. പിള്ളേർ നല്ല ഉറക്കമാണ്, നന്നായിട്ട് ഉറങ്ങി എണീക്കട്ടെ എന്ന് ഞാനും വിചാരിച്ച്. ഞാൻ പിന്നെ എണീറ്റ് വന്നപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടുകൊണ്ട് പിന്നെ അതിൻ്റെ അങ്ങ് പുറകെ പോയെന്നുള്ളൂ. അല്ലെങ്കിൽ എണീറ്റ് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെയും കുറച്ചേരൊക്കെ കിടക്കുന്നതായിരുന്നു കേട്ടോ. പിള്ളേർ നന്നായിട്ട് ഉറങ്ങിക്കോട്ടെ. അവർ ഈ പ്രായത്തിലേ അവർക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. പണ്ടൊക്കെ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എന്നോട് അമ്മ പറയായിരുന്നു, രാവിലെ എണീക്കണം, ചിട്ടയായിട്ട് പഠിച്ചാൽ വലുതാവുമ്പോഴും അതേ ചിട്ട കിട്ടും, അച്ചടക്കമുള്ള ഒരു ലൈഫൊക്കെ കിട്ടും. സംഗതി ഒരു പരിധിവരെയൊക്കെ ശരിയാണെങ്കിലും ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് മനസ്സിലാക്കിയത് നമുക്ക് പ്രത്യേകിച്ച് പെൺപിള്ളേർക്ക് ഒരു പ്രായം വരെയൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങലും കാര്യങ്ങളും ഒക്കെ നടക്കത്തുള്ളൂ. പിന്നെ ജീവിതവും പ്രാരാബ്ദവും ഉത്തരവാദിത്തവും ഒക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നേരത്തെ എണീക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുവരെയുള്ള ലൈഫ് പിള്ളേർ മാക്സിമം അങ്ങ് എൻജോയ് ചെയ്യട്ടെ. അവരുടേതായ രീതിക്ക് കിടന്നുറങ്ങിയും സുഖിച്ചും ഭക്ഷണം കഴിച്ചും ഒക്കെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അവർ രണ്ടുപേരും സുഖമായിട്ട് കിടന്നുറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പതുക്കെ ഫാനൊക്കെ ഇട്ട് കൊടുത്ത് ലൈറ്റൊക്കെ ഒന്ന് ഡിമ്മാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വന്നിട്ട് എന്നത്തെയും പോലെ ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് കുറേ നേരം തിന്നാൻ വന്ന് ഇങ്ങനെ ഏകാന്തതയിലേക്ക് കണ്ണു നട്ടിങ്ങനെ ഇരുന്നു കേട്ടോ. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ അങ്ങനെയാണ്. രാവിലെ എണീറ്റ് ചായയായിട്ട് അങ്ങ് പോയാൽ പിന്നെ കുറേ സമയം ഇങ്ങനെ വെറുതെ ഇരിപ്പ് തന്നെയാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇരുന്നിട്ട് നേരെ അടുക്കളയിലേക്ക് കയറി. ഇനിയിപ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങൾ പതുക്കെ ചെയ്ത് തുടങ്ങാം. 11 മണിക്കത്തെ മീറ്റിങ്ങിന് നമ്മൾ ഇപ്പോഴേ തുടങ്ങിയാലേ കാര്യങ്ങളൊക്കെ ഓടത്തുള്ളൂ കേട്ടോ. അച്ഛൻ രാവിലെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് പിള്ളേരുടെ അടുത്ത് അച്ഛനെ ആക്കിയിട്ടാണ് ഞാനിപ്പം ഡ്യൂട്ടിക്ക് പോകുന്നത്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്നവരെ അങ്ങനെ ഒരു ഷട്ടിലടിക്കലാണ്. വീട്ടിൽ അവിടെ കൊണ്ട് വിടണമെങ്കിലും ഓട്ടോറിക്ഷ വിളിച്ച് വേണം പോകാൻ കേട്ടോ. അപ്പോൾ അതിനേക്കാൾ എളുപ്പം അച്ഛൻ ഇങ്ങോട്ട് വരുന്നതായിരിക്കും. അപ്പം കുറേ ദിവസങ്ങളിലൊക്കെ അച്ഛൻ ഇങ്ങോട്ട് വന്നു. അച്ഛൻ ഇങ്ങോട്ട് വന്ന് മടുക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് കൊണ്ടുവിടും. അങ്ങനെ ഇപ്പം അവധി ആയതുകൊണ്ട് ഇങ്ങനെ ഷട്ടിലടിക്കലാണ് പരിപാടി കേട്ടോ. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്നവരെ ഇങ്ങനെ തന്നെ അങ്ങ് പോകട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അധികം ഇല്ലല്ലോ എന്ന് ഓർത്ത് സമാധാനിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ രാവിലെ എണീറ്റ് വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് തികത്തി ഊറ്റി. പിന്നെ കുറച്ച് പയറുകൂട്ടാൻ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതുകൂടെ ഒന്ന് ചൂടാക്കി എടുത്തു. അതിന് ശേഷം വന്നിട്ട് ഇതാ കുറച്ച് ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇന്നലെ മീൻ മേടിച്ചത് ഫ്രിഡ്ജിലിരിപ്പുണ്ട്, അപ്പോൾ അത് മീൻ കറി ആക്കണം, പിന്നെ മീൻ വറക്കാനാക്കണം. പിന്നെ ഇന്ന് നമുക്ക് കാപ്പിക്ക് ഒരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, യൂട്യൂബിൽ ഇങ്ങനെ കണ്ടതാണ്. അപ്പം എന്നും ഒരേ പാറ്റേണിലുള്ള അപ്പം, ദോശ, പുട്ട് അങ്ങനെയൊക്കെ ആണല്ലോ, ഉപ്മാവ്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച്. അപ്പം അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പച്ചരി മതി കേട്ടോ. പച്ചരി ഞാൻ ഇന്നലെ കുതിർത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത് ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിൽ ഇന്നലെ ഞാൻ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു കാര്യം മാത്രം മറന്നുപോയി, കടല വെള്ളത്തിലിടാൻ. സൈഡായിട്ട് കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നേ. പിന്നെ കുഴപ്പമില്ല, നമുക്ക് കുക്കർ ഉണ്ടല്ലോ, ഒരു 5-10 തവണ അങ്ങ് വിസിലടിക്കുമ്പോഴത്തേക്കിനും കടല നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ. അങ്ങനെ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും സാധനങ്ങളും പിന്നെ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ളതും എല്ലാം ഒരുമിച്ച് അങ്ങ് വൃത്തിയാക്കി റെഡിയാക്കി എടുത്ത്. അപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവനെ പല്ലൊക്കെ തേപ്പിച്ച് ക്രീം ബണ്ണൊക്കെ എടുത്ത് ക്രീം ബണ്ണ് ഇന്നലെ മേടിച്ചേ കൂട്ടിയിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ആൾ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് ഞാൻ വേഗം നമ്മുടെ അപ്പം ഉണ്ടാക്കാനുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കി അരച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് 2-3 മണിക്കൂർ വെച്ചാൽ കുറച്ചുകൂടെ നന്നായിട്ട് എഴുന്ന് വരും എന്നാണ് പറയുന്നത്. ഞാൻ അത്രയും നേരമൊന്നും വെച്ചില്ല കേട്ടോ, കാരണം ഇനിയിപ്പോൾ പണിയൊക്കെ തീർത്തിട്ട് മീൻ വെട്ടാനുള്ളതുകൊണ്ടേ മീനൊക്കെ വെട്ടി കറിയൊക്കെ ആക്കിയിട്ട് വേണമല്ലോ ജോലിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ 2 മണിക്കൂർ ഇനിയും വെച്ചാൽ ഇനി ഒത്തിരി സമയം പോകും. പിന്നെ തന്നെയല്ല പിള്ളേരൊക്കെ ഏറ്റു വന്നിട്ടുണ്ട്, അപ്പോൾ അവർക്ക് ഇനി വെച്ചിക്കാനൊക്കെ തുടങ്ങുമല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് ആക്കിയേക്കാമെന്ന് വിചാരിച്ച് അത് ഒരു നുള്ളു ഉപ്പൂടി ഇട്ടിട്ട്
നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ആക്കിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കിയൊരു പരീക്ഷിച്ചതിന് ശേഷമുള്ളൊരു റിവ്യൂ പറയുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ 2 മണിക്കൂർ ഞാൻ വെക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് കല്ലിപ്പുണ്ടായിരുന്നേ. ഞാൻ ചുട്ട വടയെ 2 തിന്ന്, എനിക്കിനിപ്പം ഇരുന്ന് തിന്നാനുള്ള സമയം എന്തായാലും കിട്ടത്തില്ല. കാരണം ഒരുങ്ങി പറക്കിയൊക്കെ വരുമ്പോഴത്തേക്കും സമയമാവും. മിക്ക ദിവസവും അങ്ങനെ തന്നെയാണ്. രാവിലെ പോകണമെങ്കിൽ പിന്നെയും നമ്മുടെ കാപ്പി സ്കിപ്പാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ഇരുന്ന് കാപ്പി കുടിക്കാനുള്ള സമയമില്ലാത്ത എന്താണെന്ന് വെച്ചാൽ മീൻ വെട്ടാൻ പോകണം. എനിക്ക് മീൻ വെട്ടാൻ കുറേ സമയം എടുക്കും കേട്ടോ. നന്നായിട്ട് വെട്ടി നല്ല വെളുപ്പിച്ചെടുക്കണ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതിൻ്റെ സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ നിന്നൊക്കെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് ഞാൻ അപ്പമൊക്കെ വായിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞാപ്പിക്കും കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ വേഗം കടലക്കറിയും കൂടെ റെഡിയാക്കുന്നുണ്ട്. കടലക്കറിയുടെയൊക്കെ റെസിപ്പി നമ്മൾ ഒത്തിരി പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് ഞാൻ ഒത്തിരി വിശദീകരിക്കാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. എല്ലാവർക്കും തന്നെ അറിയാലോ. ഞാൻ തന്നെ കുറേ തവണ ചെയ്തിട്ടുണ്ട്. മിക്കപ്പോഴും തന്നെ നമുക്ക് പുട്ടും കടലയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കില്ല കാപ്പിക്ക്. അപ്പം മിക്കപ്പോഴും പറയുന്നതായതുകൊണ്ട് അതിൻ്റെ റെസിപ്പി ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ചട്ട് പൂക്കുന്നത് നമ്മുടെ ഈ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് എരിവൊന്ന് കുറച്ചിട്ടുണ്ട്, കാരണം പിള്ളേർ ഇനി കഴിക്കാനുള്ളൂ. പിന്നെ അച്ഛൻ വരുമ്പോൾ അച്ഛനും കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ കടലക്കറി സെറ്റായിട്ടുണ്ട്. അരപ്പൊക്കെ ചേർത്ത് നല്ല കുറുകനെയുള്ള കടലക്കറി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ കറി ഓക്കെയാണ്. അങ്ങനെ കാപ്പിയൊക്കെ ആക്കിയതിന് ശേഷം വേഗം പോയി അബീനെയും കുത്തി എണീപ്പിച്ച് അച്ഛൻ വരുമ്പോഴത്തേക്കിനും കുളിച്ച് 2 പേരും മിടുക്കിയായിട്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 2 പേരെ എണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് വേഗം കുളിപ്പിച്ച് കാപ്പിയൊക്കെ കൊടുത്തു. അങ്ങനെ അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ മീൻ വെട്ടാൻ വേണ്ടിയിട്ടിരുന്നത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കയ്യിൽ മീൻമണമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരെ കുളിപ്പിക്കാൻ പറ്റത്തുള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അവരുടെ കാര്യങ്ങളൊന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ 2 പേരെയും കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്തതിന് ശേഷം വന്നിട്ട് ആ മീനൊക്കെ വെട്ടാനങ്ങ് തുടങ്ങി കേട്ടോ. ഇത് കുറേ സമയം എടുത്തു. ഇരുന്ന് മടുത്ത്. എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ചുകൂടെ നേരത്തെ മീനെടുത്ത് വെളിയിൽ വെക്കേണ്ടതായിരുന്നു കേട്ടോ. കുറച്ചൊരു തണുപ്പും ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് കുറേ നേരം പിടിക്കുമ്പോഴത്തേക്കിന് കൈ ഇങ്ങനെ മരച്ചിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ എന്തായാലും എടുത്തല്ലേ, ഇനിയിപ്പം തണുപ്പ് പോകാൻ നേരം വെച്ചുകൊണ്ടിരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അങ്ങ് വേഗം വെട്ടാം. ഇച്ചിരി തണുത്താലും കുഴപ്പമില്ല. കുറച്ച് തണുക്കുമ്പോഴത്തേക്കിനും ഞാൻ വെള്ളത്തിൽ കൊണ്ട് ഇങ്ങനെ കൈ ഒന്ന് ആക്കും. അപ്പോൾ കുറച്ച് നേരം സമാധാനം കിട്ടും കേട്ടോ. അങ്ങനെ പിന്നെ മീനൊക്കെ വെട്ടി നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് കഴുകി, പിന്നെ അതിന് ശേഷം സിങ്കും എല്ലാം കഴുകി, അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വേഗം വറക്കാനുള്ളത് മസാലയൊക്കെ ഒന്ന് തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു. മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മാത്രം എടുത്തൊന്ന് വറുത്ത് വെച്ച്. പിള്ളേർ ചിലപ്പം മീൻ കാണുമ്പോഴത്തേക്കിനും എനിക്ക് വേണമെന്ന് പറഞ്ഞ് വരും. അവർക്കങ്ങനെ ഇന്ന സമയം ചോറിൻ്റെ കൂടെ കഴിക്കണം അങ്ങനെയൊന്നുമില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം കാണുമ്പം അപ്പം അവർക്ക് കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കുറച്ച് മാത്രം എടുത്ത് വറുത്തിട്ടുണ്ട്. പിന്നെ ചോറും ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പം വേറെ പണിയൊന്നുമില്ല, വേഗം അലക്കി കുളിച്ചേക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴത്തേക്കിനും സമയം പോയി കേട്ടോ. ഞാൻ മീൻ വെട്ടായിരുന്ന സമയം പോകുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അത് കണ്ട് ഞാൻ ഓടിപ്പിടിപെടുത്തെല്ലാം ചെയ്തിട്ടും സമയം പോയി. ഞാൻ പിന്നെ കുറച്ച് തുണി എന്തായാലും കുതിർത്തിട്ടിരുന്നത് വേഗം കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. പിള്ളേരുടെ ഉടുപ്പ് മാത്രം കേട്ടോ, ബാക്കിയെല്ലാം ഞാൻ വാഷിംഗ് മെഷീനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. വിരിക്കാനും ഒന്നും ഉള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അലക്കി ഊരി പിഴിഞ്ഞൊക്കെ എടുത്ത്. അത് ഞാനും കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്കിനും അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നേ. ഓട്ടോറിക്ഷ വിളിച്ച് അച്ഛൻ എത്തി. പിന്നെ അച്ഛൻ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവർക്കും കൊടുത്ത് അച്ഛന് ചായയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ വേഗം ഒരുങ്ങി ഇറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പം കറിയൊക്കെ ഇരിപ്പുണ്ട്, കാപ്പി എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും ഇപ്പം വേണ്ട, എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ തന്നെ എടുത്ത് കഴിച്ചോളാം, വല്യപ്പനും പിള്ളേരൂടെ കഴിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വിളമ്പി കൊടുക്കാനൊന്നും നിന്നില്ല. അച്ഛൻ വെച്ചക്കുമ്പോഴത്തേക്കിനും കഴിച്ചോളാം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വേഗം ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി ഇറങ്ങാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും എടുത്തിട്ട ഡ്രസ്സ് തേച്ചതും അത് കുറച്ചങ്ങ് കരിഞ്ഞു പോയി. പിന്നെ അത് കൊണ്ടിട്ടിട്ട് അടുത്ത ഡ്രസ്സൊക്കെ എടുത്ത് തേച്ച് വിറക്കിയൊക്കെ വന്നപ്പോഴത്തേക്കിനും സമയം കുറച്ച് അതിക്രമിച്ച് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഓട്ടോ ഒക്കെ വിളിച്ച് നേരെ നമ്മുടെ ജോലി സ്ഥലത്ത് ചെന്നു. അവിടെ ചെന്ന് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലോട്ട് അമ്മ വന്നിട്ടുണ്ട്, പിള്ളേരെയും കൂട്ടി ഞാൻ അങ്ങോട്ട് പോവുകയാണ്, ജോലി കഴിഞ്ഞ് അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്നാൽ ശരി പൊക്കോ, ഞാൻ അങ്ങോട്ട് എത്തിയേക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലോട്ടാണ് പോയത്. പോയ സമയത്ത് നല്ല മഴയായിരുന്നേ. അപ്പം കുടയില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് ഞാൻ ഓട്ടോ വിളിച്ചു പോയി. അങ്ങനെ ഓടിപ്പിടിപിടുത്ത് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും പടക്ക് 2 ഇടി. പിന്നെ ഞാൻ ചാടി പെരയ്ക്കകത്ത് കയറി കതക് അടച്ച് അതേ ഇരിപ്പിരുന്നു. പിന്നെ മഴയൊക്കെ തോർന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ പതുക്കെ മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ചക്ക ഇടാന്നുള്ള തീരുമാനത്തിലെത്തി. അമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്നെപ്പോലെ തന്നെയാണ് കേട്ടോ, ചക്കയും കപ്പയൊക്കെ തപ്പി ഇങ്ങനെ നടക്കും. അപ്പം
നമ്മുടെ വീടിൻ്റെ പുറവശത്തെ പ്ലാവയിൽ ഇഷ്ടംപോലെ ചക്ക കായ്ച്ച് മൂത്ത് നിൽപ്പുണ്ടായിരുന്നേ. അപ്പം അമ്മ തോട്ടിയൊക്കെ കെട്ടിപ്പോയി വേഗം ചക്ക ഇട്ടു. പിന്നെ മഴയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇച്ചിരി പുഴുക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു ഉന്മേഷമാണല്ലോ. തന്നെയല്ല ഇച്ചിരി മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു വല്ലാത്ത വിശപ്പ് വരും. അത് ശമിക്കണമെങ്കിൽ ഇച്ചിരി കനത്തിൽ എന്തെങ്കിലും കഴിക്കണം, നല്ല പുഴുക്കുകൾ എന്തെങ്കിലുമൊക്കെ കേട്ടോ. നമ്മൾ അപ്പം ദോശയൊക്കെ തിന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ വിശക്കാൻ തുടങ്ങും. നല്ല ചക്ക പുഴുക്കോ കപ്പ വേവിച്ചൊക്കെ അങ്ങ് തിന്നാൽ, ഉണക്കപ്പ പ്രത്യേകിച്ച് ഉണക്കപ്പയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുറേ നേരം വിശക്കാണ്ടിരിക്കാൻ പറ്റും. അങ്ങനെ പിന്നെ അമ്മയും ഞങ്ങളെല്ലാവരും കൂടി ചക്കയൊക്കെ വെട്ടിപ്പിറക്കി കീന്തി വേഗം തന്നെ അടുപ്പയിലാക്കി പുഴുക്കാക്കി കേട്ടോ. അപ്പോൾ ഏട്ടായി വിളിച്ചിട്ടുണ്ടായിരുന്നേ, റെഡിയായി നിന്നോ, ഞാൻ അങ്ങോട്ട് വരാം, എന്നിട്ട് വീട്ടിലോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും ഞങ്ങൾ വേഗം ചക്കപ്പുഴുക്ക് കഴിച്ചിട്ട് പോകാമെന്നുള്ള പദ്ധതിയിൽ പുഴുക്കും കാന്താരി ചമ്മന്തിയും ഒക്കെ എടുത്ത് അങ്ങനെ ചക്കപ്പുഴുക്കൊക്കെ കഴിച്ചപ്പോഴത്തേക്കിന് ഏട്ടായി വന്നു. എന്നാൽ ചക്ക കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഏട്ടായി പറഞ്ഞു, ഓ വേണ്ട, ഇനിയിപ്പം ചെന്നിട്ട് ചോറുണ്ണേണ്ടതല്ലേ, ഇപ്പം എന്തെങ്കിലും കഴിച്ച് ഇനിയിപ്പം ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, അതന്നെയല്ല ചക്ക തന്നെ തിന്നിട്ട് കിടന്നാൽ വയറ്റി ഗ്യാസ് കിട്ടും, അപ്പോൾ അതുകൊണ്ട് ചക്ക വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ഏട്ടായി കഴിച്ചില്ല, ഞങ്ങളെല്ലാവരും കഴിച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. ഇനിയിപ്പം വീട്ടിൽ വന്നിട്ട് കുറച്ച് പണികളൂടെ ഉണ്ട്. നമ്മുടെ മീൻ കുറച്ചെടുത്തല്ലേ നമ്മൾ വറുത്തുള്ളൂ, ബാക്കി ഞാൻ അതേപടി ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പോയത്. അപ്പം അത് മീൻ കറി ആക്കേണ്ട പരിപാടി ഇനി കിടക്കാണ്. അങ്ങനെ പിന്നെ വന്ന പാടെ ഞാൻ വേഗം മേലൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷായി മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് പിള്ളേരെ ഒന്ന് തുടച്ചിട്ട കുറച്ച് ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് കുളിപ്പിച്ചില്ല. കാറ്റത്തൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ട് ഇനിയിപ്പോൾ പെട്ടെന്ന് കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി വീണ്ടും വല്ല പ്രശ്നങ്ങളൊക്കെ ഇളകിയാലോ. ഇനിയിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചാണ് പിള്ളേരെ കൊണ്ടുനടക്കുന്നത് കേട്ടോ, ജലദോഷമൊന്നും വരാതെ. അങ്ങനെ പിന്നെ പെട്ടെന്ന് മീൻകറി ആക്കി. മീൻകറിയുടെ റെസിപ്പി നമ്മുടെ കോട്ടയം സ്റ്റൈൽ ഒത്തിരി നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതായത് ഇന്നിടാൻ പോകുന്ന വീഡിയോയുടെ 2 വീഡിയോ മുന്നേ നമ്മൾ മീൻകറി ചെയ്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ നല്ല മത്തിക്കൂട്ട റെഡി. ഞാൻ ഒത്തിരി ചാറാക്കിയില്ല, കുറച്ച് മാത്രമേ ആക്കിയുള്ളൂ. കാരണം ഏട്ടായിക്കും പിള്ളേർക്കും അങ്ങനെ ചാറിനോട് വലിയ കോളില്ല. എനിക്കാണ് മീൻ ചാറിനോടൊരു ഭ്രമമുള്ള ആൾ. അപ്പോൾ എനിക്ക് വേണ്ട ആവശ്യത്തിന് 2 ദിവസം കഴിക്കാൻ പാകത്തിന് ഞാൻ ആക്കിയിട്ടുള്ളൂ. അങ്ങനെ നല്ല പറ്റിച്ചെടുത്തിട്ടുണ്ട്. നല്ല മീനാണ് കേട്ടോ, രുചിച്ച് നോക്കി അടിപൊളിയാണ്. അങ്ങനെ മീൻകറിയൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പം ഞാൻ പയറ് കൂട്ടാൻ കുറച്ചല്ലേ ഇരിപ്പുള്ളൂ, അപ്പം ഞാൻ എന്തെങ്കിലും ഒരു തോരനോട് വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഓടിപ്പോയി പുറകിൽ നിന്ന് കുറച്ച് ചീര പറിച്ചു, അതും കുറച്ച് ചേമ്പലയും കൂടെ അരിഞ്ഞിട്ടിട്ട് തോരനാക്കി കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ തേങ്ങയും ഉള്ളിയും മുളകും മഞ്ഞളും കൂടെ ഒന്ന് ഒതുക്കി വെച്ചു. പിന്നെ നമ്മുടെ ഇലയെല്ലാം കൂടി നല്ല കുരുകുരാന്നരിഞ്ഞ് നമ്മൾ വേഗം തോരനും ആക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഇരുന്ന മത്തിയും കൂടെ പടപടാ അങ്ങ് വറുത്തെടുത്ത്. എനിക്കിങ്ങനത്തെ ഇലത്തോരനെല്ലാം ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മത്തേല, നമ്മുടെ പയറില, വേലിച്ചീര, മുട്ടച്ചീര, അങ്ങനെ പിന്നെ നമ്മുടെ അല്ലാത്ത ചീരയില്ലേ, ചുമന്ന ചീര, അരുണോദയ ചീര, അങ്ങനെ എല്ലാം ആക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിവിടെ വന്നാൽ പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ അവിടെ ആയിരുന്നപ്പോൾ ഉള്ള കാട്ടുകറികളെല്ലാം ഉണ്ടായിരുന്നു. ഒരു കണക്കിന് നമുക്ക് ആരോഗ്യത്തിന് അതൊക്കെ തന്നെയാണ് നല്ലത് കേട്ടോ. അല്ലാണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും എനിക്കാണെങ്കിൽ ഇഷ്ടമായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് മിസ് ചെയ്യും. അവിടെ ആയിരുന്നപ്പോൾ മാച്ചോന്നിൽ നമുക്ക് വാഴയ്ക്കയും കപ്പളങ്ങയൊക്കെ കിട്ടുമ്പം 2-3 ദിവസത്തേന് കറിക്കും ഒന്നും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല ടേസ്റ്റിൽ ഫുഡും കഴിക്കായിരുന്നു. ഞാനിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ പറയായിരുന്നേ, നല്ല കപ്പളങ്ങ ചാറൊക്കെ കൂട്ടായിരുന്നു. ഇപ്പോൾ ഒരു കൊതി തോന്നുന്നുണ്ടെന്ന്. ഇപ്പോൾ കപ്പളങ്ങയൊന്നും ഒരിടത്തൊന്നും കിട്ടാനില്ല. അവിടെ നിന്നായിരുന്നപ്പോൾ വാഴയ്ക്കയും ചീരയും അതും ഇതും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡി. നല്ല ചൂട് ചോറ്, മത്തിക്കറി, മത്തി വറുത്തത്, നല്ല ഇലത്തോരനം, എല്ലാം കൂടെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിക്കണം. നല്ല സൂപ്പറാണ് കേട്ടോ. എനിക്കിങ്ങനെ കോമ്പിനേഷനായിട്ട് ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ സാമ്പാറിൻ്റെ കൂടത്തി ഉണക്കപ്പയറും മീൻ വറുത്തതും അങ്ങനെ മാച്ചിങ് ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മാച്ചിങ് എന്നല്ല, ഒരു കഴിക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് തോന്നുന്ന രീതിയിൽ ഫുഡ് കറികളാക്കി റെഡിയാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല സൂപ്പർ ഊണായിരുന്നേ. ഞാൻ 2 പ്ലേറ്റ് ചോറുണ്ട്. സാധാരണ അത്രയും ഞാൻ കഴിക്കുന്നതല്ല, പക്ഷെ മത്തി പറ്റിച്ച് നല്ല രുചിയായിരുന്നു. നല്ല മത്തിയായിരുന്നു കേട്ടോ. നല്ല മത്തിയൊക്കെ കിട്ടാനും പാടാണ് ഇപ്പം, പക്ഷെ നല്ല സൂപ്പർ മത്തി, നല്ല രുചിയുണ്ടായിരുന്നു, രുചിയുള്ള മത്തി. അപ്പം അങ്ങനെ ഞാൻ 2 പ്ലേറ്റ് ചോറും ഉണ്ടു. പിള്ളേർക്കും വാരിക്കൊടുത്തേ. ഏട്ടായി അബി ആദ്യത്തെ ഒരു ട്രിപ്പ് കഴിച്ചതാണ്. അവർ ചീരത്തോരനും മത്തി വറുത്തതും മാത്രമേ എടുത്തുള്ളൂ. എനിക്കതിന് ചാറ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ചാറോടെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു.
ഏട്ടായി ചോറുണ്ടോണ്ടിരുന്നപ്പോഴത്തേക്കിനും അബിയും കുഞ്ഞാപ്പി ഇച്ചിരിച്ചൊക്കെ തന്നെ വാരിയുണ്ടോളാന്ന് പറഞ്ഞിട്ട് മേടിച്ച് കഴിച്ചതാണ് കേട്ടോ. പക്ഷെ അവരുടെ വയറങ്ങ് നിറഞ്ഞില്ല. അപ്പം ഞാനുണ്ട് കൊടുത്ത് 2 പേർക്കും വാരി വാരി അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു. അതിന് ശേഷം ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചക്ക വരട്ടാനുണ്ട്. ഇതിപ്പോൾ ഇങ്ങ് പോകുന്ന വഴിക്ക് അമ്മ തന്നു വിട്ടതാണ് കുറച്ച് ചക്കപ്പഴം. അപ്പോൾ അത് കുറച്ച് ശർക്കരയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി വെക്കാം. എന്നിട്ട് നാളെ വീട്ടിൽ പോകുമ്പോഴത്തേക്കിനും കുറച്ച് ഇടനയിലയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് പൂച്ച പുഴുങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പം ഇത് വരട്ടാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഉടനെ ഇല്ല, കുറച്ച് എഴുതാനൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ചോറൊക്കെ ഉണ്ടെങ്കിലും ഒരു 2-3 ഇച്ചോളം ചക്കപ്പഴം കൂടി തിന്നാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല വരിക്കച്ചക്കയാണ്, നല്ല മധുരമുണ്ട്. ശർക്കര കുറച്ച് മതിയാകും, അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പം വഴറ്റി വെക്കാനുള്ള പരിപാടിയിലാണ്. കുറച്ച് എഴുതാനുണ്ട്, അതുകൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ പോയി കിടന്നങ്ങ് ഉറങ്ങാമെന്ന് വിചാരിക്കുന്നത്. നല്ല ഉറക്കം വരുന്നുണ്ട് കാര്യം പറഞ്ഞാൽ. അപ്പം ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടാവാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ, സീ യു.